എല്ലാവർക്കും നമസ്കാരം. രാമായണം 3-ാം ദിവസം. താടകാവധവും യാഗരക്ഷയും. ഒരു ഗൂഢസ്മേരത്തോടെ വിശ്വാമിത്രൻ പറഞ്ഞത് രാമൻ അതിശയത്തോടെ കേട്ടു. ആ വഴി ആരും പോകാറില്ലത്രേ. കാമരൂപിണിയായ താടക എന്ന ഭയങ്കരി വാഴുന്ന ദേശമാണ്. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാമൻ അവളെ കൊല്ലണം, ജനങ്ങളുടെ ഭയം തീർക്കണം. രാമൻ്റെ ഒരു ചെറു ഞാണൊലി കേട്ടതും നിശാചരി അലറി വിളിച്ച് കോപത്തോടെ വായും പൊളിച്ച് ഓടി വന്നു. രാമനെ ഇത് ശരം താടകയുടെ മാറിൽ തന്നെ ചെന്ന് തറച്ചു. ഊക്കനൊരു മല മറിഞ്ഞു വീഴുന്നത് പോലെ താടക നിലം പതിച്ചു. ആ ക്ഷണം ഘോരരൂപിണിയായ രാക്ഷസി അതിസുന്ദരിയായ ഒരു യക്ഷിയായി മാറി. ഏതോ ശാപത്താൽ രാക്ഷസിയായി കഴിയാൻ വിധിക്കപ്പെട്ടവൾ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ശാപമുക്തയായി ദേവലോകം പ്രാപിച്ചു. വിശ്വാമിത്രൻ അത്യന്തം സന്തുഷ്ടനായി. നിരവധി ദിവ്യാസ്ത്രങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. അവസാനം അവർ വിശ്വാമിത്രൻ്റെ ആസ്ഥാനമായ സിദ്ധാശ്രമസ്ഥിലെത്തി. അവിടെയുള്ള മുനിമാരെ രാമലക്ഷ്മണന്മാർ ആദരപൂർവ്വം വന്ദിച്ചു. മുനിമാരും രാജകുമാരന്മാരെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. വേണ്ടതുപോലെ വിശ്രമിച്ചതിന് ശേഷം രാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങ് യാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്താലും തടസ്സമൊന്നും കൂടാതെ യാഗം രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മഹർഷി യാഗം ആരംഭിച്ചു. രാക്ഷസന്മാർ കൂട്ടത്തോടെ വന്നെത്തി. ആകാശത്തു നിന്ന് രക്തം വർഷിക്കാൻ തുടങ്ങി. രാമൻ 2 അസ്ത്രം തൊടുത്തു. സുബാഹു ആ ക്ഷണം മരിച്ചു വീണു. മാരീചൻ ഭയന്നോടി. ശരം പിന്തുടർന്നു ചെന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ മാരീചൻ കടലിൽ ചെന്ന് ചാടി. രാമബാണം അവിടെയും എത്തി. ഒടുവിൽ ശ്രീരാമൻ്റെ കാൽക്കൽ തന്നെ മാരീചൻ അഭയം തേടി വന്നു. ഭക്തവത്സലനായ ഭഗവാൻ മാരീചന് അഭയം നൽകി. അന്നു മുതൽ മാരീചൻ ശ്രീരാമഭക്തനായി. മറ്റു രാക്ഷസന്മാരെല്ലാം സൗമിത്രിയുടെ ശരത്തിനും ഇരകളായി. മനുഷ്യരും ദേവന്മാരും ഒരുപോലെ സന്തോഷിച്ച അവസരം. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവദുന്ദുഭികൾ മുഴക്കി വിജയമാഘോഷിച്ചു. യക്ഷ കിന്നര സിദ്ധ ചാരണ ഗന്ധർവന്മാർ ഭഗവാനെ കൈകൂപ്പി സ്തുതിച്ചു. വിശ്വാമിത്രനോ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ മടിയിലിരുത്തി ആശീർവദിച്ചു. വാത്സല്യത്തോടെ സ്വന്തം കൈകൊണ്ട് ആഹാരം കൊടുത്തു. പുരാണ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ 3 ദിവസം. 4-ാം ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു, കാലം കളയരുത്. നമുക്കിനി ജനക മഹാരാജാവിൻ്റെ മഹായജ്ഞത്തിൽ പങ്കുകൊള്ളേണ്ടതുണ്ട്. അവിടെ ശ്രീ പരമേശ്വരൻ്റെ ഒരു വില്ലുണ്ട്. അത് നിങ്ങൾ കാണണം. മഹർഷിയും രാമലക്ഷ്മണന്മാരും വീണ്ടും യാത്രയായി. ആ വഴിയിലാണ് അവർ ഗൗതമാശ്രമത്തിലെത്തിയത്. കുമാരന്മാർ അതിശയത്തോടെ ആ പരിസരം നോക്കി നിന്നു. ശോഭ കൊണ്ടൊരു പുണ്യദേശം, സർവമോഹനകരം, ജന്തുസഞ്ചയഹീനം. എത്രയും മനോഹരമായ പ്രദേശം. എന്നാൽ ഒരുവിധ ജീവജാലങ്ങളും ഇല്ലാതാനും. മനസ്സിൽ ആഹ്ലാദം തോന്നുന്നു. അതേസമയം ഇതിൻ്റെ രഹസ്യമറിയാനുള്ള കൗതുകവുമുണ്ട്. ശ്രീരാമൻ്റെ മനസ്സറിഞ്ഞ് വിശ്വാമിത്രൻ ആ പുരാവൃത്തം വിസ്തരിക്കാൻ തുടങ്ങി. അഹല്യാമോക്ഷം. ഗംഗാതീരത്തുള്ള ഈ മനോഹരമായ ആശ്രമത്തിൽ മഹാമുനി ഗൗതമൻ വാഴുന്ന കാലം. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു അഹല്യ എന്ന ലോകസുന്ദരി. പതിപത്നിമാരായി അവർ വളരെ കാലം ഈ പർണശാലയിൽ സസന്തോഷം കഴിഞ്ഞു. ആ കാലത്തൊരു ദിവസം ദേവേന്ദ്രൻ അഹല്യയെ കണ്ട് മോഹിതനായി. ഒരു നാൾ നന്നെ പുലർച്ചയ്ക്ക് ഗൗതമൻ സന്ധ്യാവന്ദനത്തിനായി പോയ നേരം നോക്കി മുനിയുടെ രൂപം ധരിച്ച ഇന്ദ്രൻ അഹല്യയുടെ അടുത്തെത്തി സൂത്രത്തിൽ അവളെ പ്രാപിച്ചു. സന്ധ്യാവന്ദനത്തിന് ഗംഗാതീരത്തേക്ക് പോയ ഗൗതമൻ തനിക്ക് സമയം തെറ്റി. സൂര്യൻ ഇനിയും ഉദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ കണ്ടത് തൻ്റെ രൂപം ധരിച്ചു നിൽക്കുന്ന ദേവേന്ദ്രനെയാണ്. മുനിയെ കണ്ട് ഇന്ദ്രൻ ഭയന്നു വിറച്ചു. നിർലജ്ജനും മഹാപാപിയുമായ ഇന്ദ്രനെ മുനി ശപിച്ചു. സഹസ്രഭകനായി ഭവിക്കുക, അങ്ങനെ നീ നിന്റെ ദുഷ്കർമ്മഫലം അനുഭവിക്കുക. ലൈംഗികമായ ആസക്തി മുന്നിട്ടാണല്ലോ ഇന്ദ്രൻ ഈ ദുഷ്കർമ്മം ചെയ്തത്. അതുകൊണ്ട് ശരീരം മുഴുവനും ലിംഗങ്ങൾ വളരട്ടെ എന്നായിരുന്നു ആ ശാപം. പത്നിയായ അഹല്യയെയും മുനി ശപിച്ചു. രാമപാദാബ്ജം ധ്യാനിച്ച് ഒരു ശിലയായ നീ ഇവിടെ തന്നെ വസിക്കുക. എന്ന് ശ്രീരാമൻ്റെ പാദസ്പർശമേൽക്കുമോ അന്ന് നിന്റെ ദുരിതങ്ങൾ തീരും. ശ്രീരാമനെ ഭക്തിപൂർവ്വം സ്തുതിച്ച് ശാപമോക്ഷം നേടി നിർമ്മലമായ മനസ്സുമായി നിനക്കെൻ്റെ അരികെ വരാം. അബദ്ധവശാലാണെങ്കിലും അഹല്യയും അരുതാത്തത് ചെയ്തുവല്ലോ. അന്നു തൊട്ട് അഹല്യ ശ്രീരാമൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് ഈ വനാന്തരത്തിൽ ധ്യാനമഗ്നിയായി കഴിയുകയാണ്. വിശ്വാമിത്രൻ ശ്രീരാമൻ്റെ കയ്യും പിടിച്ച് ആശ്രമം മുറ്റത്തെത്തി. ഉഗ്ര തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശിലാരൂപത്തെ കാട്ടിക്കൊടുത്തു. ആ ശിലയുടെ നെറുകയിൽ ശ്രീരാമദേവൻ മെല്ലെ പാദം ചേർത്തു. അഹല്യ മിഴി തുറന്നു. മുന്നിൽ ശ്രീപതി, രഘുപതി, സൽപതി, ജഗൽപതി
ഞാൻ രാമൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി. അവിടുന്ന് ആദരപൂർവ്വം മുനിപത്നിയെ വണങ്ങി. അഹല്യ പരമാനന്ദത്തിൽ മുഴുകി നിർനിമേഷയായി നിന്നു. ഭർത്താവായ ഗൗതമമുനിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. സന്താപം തീർത്ത് ദണ്ഡനമസ്കാരവും ചെയ്തു. സന്തോഷാശ്രുക്കളാൽ ശ്രീരാമൻ്റെ കാല് കഴുകി നിറഞ്ഞ ഭക്തിയോടെ അവിടുത്തെ സ്തുതിച്ചു. പണ്ട് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ് അവിടുത്തെ നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായത്. ജഗന്നാഥ, ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു. യാതൊരു പാദാംബുജമായിരുന്നു ഇത് വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ, ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ, സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ. അഹല്യ രാമപാദങ്ങളിൽ വീണ്ടും വീണ്ടും വീണു നമസ്കരിച്ചു. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ മുനിപത്നി ശാപമുക്തിയായി. അവിടുത്തെ അനുജ്ഞയനുസരിച്ച് തൻ്റെ പതിയായ ഗൗതമൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. സീതാ സ്വയംവരം. വിശ്വാമിത്രൻ ദശരഥനന്ദന്മാരെയും കൊണ്ട് ഗംഗ കടന്ന് മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് ഭക്തിയോടെ മഹർഷിയെ വരവേറ്റ് പൂജിച്ചു. സ്വാഭാവികമായും മുനിയുടെ കൂടെ വന്നിട്ടുള്ള കുമാരന്മാർ ആരെന്നറിയാൻ ജനകന് കൗതുകമുണ്ടായി. കണ്ടാൽ നരനാരായണന്മാർ എന്ന് തോന്നിപ്പോകുന്ന സുന്ദരന്മാരാരിവർ എന്ന് ആരൊന്ന് കേൾപ്പിക്കണമെന്ന് വിശ്വാമിത്രൻ കുമാരന്മാരെ ജനകരാജാവിന് പരിചയപ്പെടുത്തി. ദശരഥപുത്രന്മാരാണ്. ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. അവിടെ കൊണ്ട് നിർത്തിയില്ല മുനി. ഒരൊറ്റ ബാണം കൊണ്ട് ഭയങ്കരിയായ താടകയെ കൊന്നു. സിദ്ധാശ്രമത്തിൽ താമസിച്ച് യാഗം മുടക്കാൻ വന്ന നിശാചരന്മാരെ വധിച്ച് യാഗരക്ഷ ചെയ്തു. ശിലയായി കാട്ടിൽ കഴിഞ്ഞ ഗൗതമ പത്നിക്ക് ശാപമുക്തി നൽകി. ഇവരെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീ പരമേശ്വരൻ്റെ ദിവ്യമായ വില്ല് കാട്ടിക്കൊടുക്കാനാണ്. ഉടനെ മഹാരാജാവ് മന്ത്രിമുഖ്യനെ വിളിച്ചു പാരമേശ്വരമായ ശാപം സദസ്സിലെത്തിക്കുവാൻ ഏർപ്പാട് ചെയ്തു. അതിനിടയിൽ മഹാരാജാവ് മഹാഋഷിയോട് തൻ്റെ ഇംഗിതമുണർത്തിച്ചു. രഘുവരനായ രാമൻ വില്ല് കുലച്ച് മുറിക്കുകയാണെങ്കിൽ എൻ്റെ മകളെ ഞാൻ രാമന് വല്ലഭയായി നൽകുന്നതാണ്. 5000 കിങ്കരന്മാർ ചേർന്നാണ് ആ മഹാശാപം രാജസഭയിൽ എത്തിച്ചത്. ത്രയംബകം എന്നാണ് അതിൻ്റെ പേര്. അതിമനോഹരമായി അതിനെ അലങ്കരിച്ചിരുന്നു. ശൈവശാപത്തെ കണ്ട് തൊഴുകൈയോടെ നിൽക്കുന്ന രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞു, പേടിക്കണ്ട, ഈ വില്ലെടുത്ത് കുലച്ച് വലിക്കാമോ എന്ന് നോക്കൂ, അതുകൊണ്ട് മംഗളമേ വരൂ. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഒരായാസവും കൂടാതെ രാമൻ പതുക്കെ ചെന്ന് ആ മഹാശാപം കയ്യിലെടുത്തു. കുലച്ചു, വലിച്ചു, മുറിച്ചു. ആ ഞാണൊലി 7 ലോകങ്ങളിലും മാറ്റൊലിക്കൊണ്ടു. ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി, വാദ്യഘോഷം, മംഗളസ്തുതികൾ. വിനയാന്വിതനായി മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്ന രഘുരാമനെ ജനകൻ ഗാഠമായി ആശ്ലേഷിച്ചു. ഇടിവെട്ടിയിടും വണ്ണൻ വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. അച്ഛനമ്മമാരോടും പരിചാരികമാരോടുമൊപ്പം ജാനകി മണ്ഡപത്തിലെത്തി. അവൾ വരനെ അണിയിച്ചത് തൻ്റെ കണ്ണുകളാകുന്ന നീലത്താമരയിതകൾ കൊണ്ടുള്ള മാല, പിന്നാലെ വരണാർത്ഥമാലയും. അങ്ങനെ സീതാരാമന്മാരെ കണ്ടുനിന്നവരെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടി. മനസ്സിൽ അണപൊട്ടി ഒഴുകുന്ന സന്തോഷം ഒരു വിധത്തിൽ ഒതുക്കിക്കൊണ്ട് മഹാരാജാവ് വിശ്വാമിത്രനോട് അപേക്ഷിച്ചു. സന്ദേശവും കൊണ്ട് ദൂതന്മാർ ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് പോകട്ടെ. കാലതാമസം കൂടാതെ ദശരഥ മഹാരാജാവിനെ ക്ഷണിച്ചു കൊണ്ടുവരട്ടെ. അതിനായി അവിടുന്ന് അനുമതി നൽകുക. സീതയുടെ പൂർവ്വകഥയുമായി അടുത്ത ദിവസം വരാം.